സുജിത് എസ് നായർ, അനിൽകുമാർ ജി എന്നിവരെഴുതി സുജിത് എസ് നായർ സംവിധാനം ചെയ്ത് മാധവ് സുരേഷ്, അതുപോലെ ഷൈൻ ടോം ചാക്കോ, പിന്നെ മക്ബൂൽ സൽമാൻ, സൈജു കുറുപ്പ്, അങ്ങനെ കുറേ പേര് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അംഗം അട്ടഹാസം. ഇത് മാധവ് സുരേഷിൻ്റെ പടമല്ലേ, ഇവിടെ റോസ്റ്റ് ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷ പറഞ്ഞത്. നമുക്ക് ഒരു സിനിമയെ മാധവ് സുരേഷ് എന്ന ആരാണെങ്കിലും റോസ്റ്റണോ എന്ന് വിചാരിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റോസ്റ്റാം. ഏത് പടം, നല്ല പടങ്ങളാണെങ്കിൽ റോസ്റ്റാം. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റൻഷനോടെ സിനിമ കണ്ട ആളല്ല ഞാൻ. എനിക്ക് കണ്ടപ്പോഴും അങ്ങനെ ഒരു വലിയൊരു ട്രോളിങ് മെറ്റീരിയൽ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ സിനിമ കാണുമ്പോൾ ഒരു സിനിമ കാണുന്നതിൻ്റെ ഒരു ഫീലുണ്ട്. ഇത് തിരുവനന്തപുരത്ത് ഗുണ്ടാപ്പക പരിപാടി വെച്ചിട്ട് ഒരു ലോഡ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പടം കൂടി, അതാണ് അംഗം അട്ടഹാസം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ സിനിമയിൽ തുടക്കത്തിൽ ഫസ്റ്റ് ഷോട്ടൊക്കെ കണ്ടപ്പോഴേക്കും എന്തോ ഒരു തിരോധാനം, ഭയങ്കര പരിപാടി വരാൻ പോകുന്നു എന്നുള്ള പ്രതീക്ഷ നൽകി. തൊട്ടടുത്ത സീനിൽ നമ്മുടെ മാധവ് സുരേഷ് ഇരിക്കുകയാണ്. മാധവ് സുരേഷിന് ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഞാൻ പുള്ളിയുടെ മറ്റേ കുമ്മാട്ടിക്കളി ഒന്നും ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല, അല്ലാതെ കണ്ടിട്ടില്ല. അയാൾക്കൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട് കേട്ടോ. എവിടെയോ ഒരു സാധനം ഉണ്ട് പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ. പക്ഷേ അഭിനയം വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവാനുണ്ട്. നിൽക്കുമ്പോഴും നോക്കുമ്പോഴും തിരിയുമ്പോഴും ഇതൊക്കെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഒട്ടും ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. ഈ സിനിമയിലും അങ്ങനെ ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ എന്തോ വലിയ പരിപാടി വരാൻ പോകണമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം വന്ന് നിന്നിട്ട് ഇങ്ങനെ പറയണു, ഒറ്റത്തന്തയ്ക്ക് പറയുന്നവനാണെങ്കിൽ കെട്ടിയിടാൻ അടിക്കടോ. അപ്പോഴേക്കും ധീരത കാണിക്കേണ്ടത് മണ്ടത്തരം കാണിച്ചിട്ടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു നമ്മുടെ ഷൈൻ ടോം ചാക്കോയ്ക്ക്. ഷൈൻ ടോം ചാക്കോ ഇദ്ദേഹം തിരുവനന്തപുരംകാരനായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. മട്ടാഞ്ചേരി സ്ലാങ്ങിൽ ഉള്ള ഒരു പ്രത്യേകതരം തിരുവനന്തപുരം ഭാഷ. വെട്ടിക്കീറി കളയുമ്പോൾ അഴുക്കപ്പയല് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ബേസിക്കലി പുള്ളിയുടെ അല്ലാത്തതിൽ തന്നെ ഡയലോഗ്സ് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടുണ്ട്. ഇതിൽ ട്രിവാൻഡ്രം സ്ലാങ് പിടിച്ചിരിക്കുകയാണ്. പക്ഷേ തുടക്കത്തിൽ കുറേ നേരം ഇങ്ങനെ ഇതെന്ത് മിസ്കാസ്റ്റാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴേക്കും ആ ക്യാരക്ടറിന് ഒരു ആർക്കുണ്ട്. ഒരു ഗുണ്ടയുടെ ഒരു പോക്ക് എങ്ങോട്ടാണ് അത്. പക്ഷേ നീറ്റായിട്ട് അത് ആ ക്യാരക്ടർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. അയാൾ ഒരു പെയിൻ നമുക്കതിൽ കാണാൻ സാധിക്കും. ഗുണ്ടയുടെ പെയിനെ കണ്ടിട്ട് നമുക്ക് തിരിട്ടായി എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ ഇതിലെ നായകൻ മാധവ് സുരേഷ്, അവൻ ഗുണ്ടയാവണമെന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടയായതല്ല. മറ്റേ സിനിമയിൽ ഞങ്ങൾ അനാഥരാണ് പക്ഷേ ഗുണ്ടകളല്ല എന്ന് പറയുന്നതിൻ്റെ പകരമായിട്ട് ഇതിൽ ഒരു ലോഡ് ഗുണ്ടകൾ, ഇതിൽ 1-2 കഥാപാത്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഗുണ്ടകളാണ് ഈ പടത്തിൽ. അപ്പോൾ ഇദ്ദേഹം ഇയാൾക്ക് ഗുണ്ടയാവാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഇയാൾ ഗുണ്ടയായാലേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ആ ഒരു സാധനവും അത്യാവശ്യം കുഴപ്പമില്ലാതെ ആ ക്യാരക്ടറിന് എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോൾ പരിപാടി ഇപ്പോൾ ഫൈറ്റ് കാര്യങ്ങൾ, വയലൻസ്, റോ പരിപാടിയൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില മറ്റേ വയലൻസ് ബ്ലഡ് ഷെട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പല്ലടിക്കാൻ തോന്നും. ആ ലെവലിൽ 1-2 സീനുകൾ എക്സിക്യൂട്ട് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു ക്യാരക്ടറിന് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇത് എങ്ങനെയാക്കി തീർക്കണമെന്ന് ഒരു അവസാനം ഇവർക്കൊരു മോട്ടീവ് ഉണ്ട് സിനിമയ്ക്ക്. പക്ഷേ അതിലോട്ട് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ചേർക്കണം എന്നുള്ളിടത്ത് ഭയങ്കര കൺഫ്യൂഷനായിട്ട് കുറേ വെട്ടുകുത്ത് പരിപാടികളായിട്ട് ഈ സിനിമ അങ്ങ് തീർന്നങ്ങ് പോയി. പ്രത്യേകിച്ച് വലിയൊരു ഹൈ മൊമെൻറ്റോ ഇതൊന്നോ ഒരു സീറ്റ്. പക്ഷേ ഇത് കുറച്ചുകൂടി സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്ത് കുറച്ചുകൂടി സിനിമ ട്രിം ചെയ്തിട്ടേ നമുക്ക് അടുത്തെന്താവും. നമുക്കിപ്പം മുറ എന്നൊരു സിനിമ വന്ന സമയത്ത് മുറയ്ക്കകത്ത് നമുക്ക് ഇതിൻ്റെ ഒരു സീറ്റ് അടിച്ചിടക്കി കിട്ടുന്നുണ്ടായിരുന്നു. ഇത് ചെറുക്കാൻ അവനെ പറ്റിക്കണം എന്നുള്ള ഒരു സാധനം നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഇവൻ രക്ഷപ്പെടണം എന്നുള്ള സംഭവങ്ങൾ നമുക്കിങ്ങനെ കടിച്ചു പിടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സാധനങ്ങൾ ആ പടത്തിലുണ്ടായിരുന്നു. ഇതിൽ അങ്ങനത്തെ കുറേ ഫാക്ടർ മിസ്സായിപ്പോയി. ഒരു സിനിമ ഒരു പടം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു, തീർന്നു എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ഈ സിനിമ ഉണ്ടായത്. സൈജു കുറുപ്പ് സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. സൈജു കുറുപ്പ് പഴയ ദേവനെയൊക്കെ പോലെ ചിരിച്ചുകൊണ്ട് വെകുളത്തനം കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ മക്ബൂൽ സൽമാൻ ഉണ്ട്. ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പൊന്നുമില്ല. പുള്ളിയുടെ റോൾ ചെയ്ത് പോയിട്ടുണ്ട്. നന്ദു ഒരു ട്രിവാൻഡ്രം ഉള്ള ഒരു പരിപാടിയൊക്കെ ആകുമ്പോഴേക്കും നന്ദുവിൻ്റെ ഒരു സ്വാഭാവികത നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ പടത്തിലെ പോലെ പുള്ളി കലക്കിയിട്ടുണ്ട്. എം എ നിഷാദ് മറ്റൊരു ക്യാരക്ടർ, മകളെ എന്ത് വില കൊടുത്ത് കന്യാസ്ത്രീയാക്കണമെന്ന് വാശി പിടിച്ച് നടക്കുന്ന ഒരു തന്തകഥാപാത്രം. പിന്നെ സിബി തോമസ്, അലൻസിയർ ഉണ്ട്. അലൻസിയറിന് ഒരു വയ്യാത്ത കഥാപാത്രം, വയ്യാത്ത പോലെ തന്നെ അയാൾ ചെയ്തു പോയിട്ടുണ്ട്. നോബിയുണ്ട്, കുട്ടി അഖിലുണ്ട്, അമിത് മോഹനുണ്ട്, ലിച്ചി ഒരു ഹൈ ക്ലാസ് ഗുണ്ടി ആണ് ലിച്ചി. അന്നരാജൻ, മിനി സിജോ ഇവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ പരിപാടിയൊക്കെ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ശിവൻ എസ് സംഗീതാണ് സിനിമാറ്റോഗ്രഫി, പ്രദീപ് ശങ്കർ എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ ശ്രീകുമാർ വാസുദേവ് ആൻഡ് അഡ്വക്കേറ്റ് ഗായത്രി നായർ. ഒരു പാട്ട് കേട്ടപ്പോൾ മറ്റേ ദൂരേ ദൂരേ ആഴി പെണ്ണിനെ, അത് ഗീതാഞ്ജലിയിലായിരുന്നു. അതിലെ പാട്ട് അതുപോലെ എടുത്തു വച്ചിരിക്കും പോലെ തോന്നി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആൻഡോ ഫ്രാൻസിസ്. ആക്ഷൻ ഡയറക്ടേഴ്സ് ഫിനിക്സ് പ്രഭു, അഷ്റഫ് ഗുരുക്കൾ, റോബിൻ ടോം, ഇത്രയും പേര് ചേർന്നിട്ടാണ് ഫൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു സിനിമ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.